കേരളത്തിലെ പല മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ചിത്രം ഏതാണ്ട് എല്ലാവരും പ്രവചിച്ചു കഴിഞ്ഞു. 4-5 മണ്ഡലങ്ങൾ മാത്രമാണ് പ്രവചനാതീതം. അതിലൊന്ന് കടത്തനാടൻ കളരിയുടെ വടകരയാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ കോലീബി പരീക്ഷിച്ച് പരാജയപ്പെട്ട മണ്ഡലമെന്ന ഖ്യാതിയുള്ള വടകരയിൽ ഇത്തവണ പോരാട്ടം തീപ്പാറുകയാണ്. കെ മുരളീധരനായി പച്ച പരവതാനി വിരിച്ച് കാത്തിരിക്കുമ്പോഴാണ് ഓർക്കാപ്പുറത്തെ പത്മജയുടെ പ്രഹരം വന്നത്. ഒടുക്കം തൃശ്ശൂരിനെ സംരക്ഷിക്കുക എന്ന ദൗത്യവുമായി മുരളീധരനെ അങ്ങോട്ട് മാറ്റി. പകരം യുവചേകവൻ ഷാഫിയെ UDF കളത്തിലിറക്കി. പാലക്കാടൻ മണ്ണിൽ സംഘപരിവാറിനെ മുട്ടുകുത്തിച്ച പോരാളിയാണ്, കുറഞ്ഞ കക്ഷിയൊന്നുമല്ല. തുടക്കത്തിൽ അല്ലറ ചില്ലറ മുറുമുറുപ്പ് ഉയർന്നെങ്കിലും ഇപ്പോൾ വടകരയുടെ ഓളമായി ഷാഫി മാറി. കഴിഞ്ഞ 3 തവണയായി മണ്ഡലം വലതുപക്ഷത്താണ്. കടത്തനാടിൻ്റെ ചെങ്കോട്ട തകർത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ 2 വട്ടവും 1 തവണ കെ മുരളീധരനും അരക്കിട്ടുറപ്പിച്ചു. പൊരുതി വീണത് സതീദേവിയും ഷംസീറും പിന്നെ പി ജയരാജനും. ഇത്തവണ എന്ത് വില കൊടുത്തും മണ്ഡലം തിരിച്ചുപിടിക്കണമെന്ന യജ്ഞവുമായി CPM ഇറങ്ങിയിരിക്കുന്നത് കേരളത്തിലെ തന്നെ കരുത്തയായ സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചറിനെയാണ്, സ്വന്തം ടീച്ചറമ്മയെ. ഷാഫി മണ്ഡലത്തിൽ ഇറങ്ങുന്നതിന് ഏതാണ്ട് 1 മാസം മുമ്പ് തന്നെ KK ശൈലജ ടീച്ചർ മണ്ഡലത്തിൻ്റെ മുക്കുമൂലയും അരിച്ചു പെറുക്കി നിറഞ്ഞു കഴിഞ്ഞു. BJP സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണനാണ്. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ കഴിവ് തെളിച്ച യുവരക്തം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. 3-ാം സ്ഥാനത്ത് 4-ാം സ്ഥാനത്തെ പോവുകയുള്ളൂ. ചിലപ്പോൾ നോട്ടയ്ക്കും താഴെ നിൽക്കൂ. മുരളീധരൻ കൈവിട്ട വടകരയിൽ കഴിഞ്ഞ ദിവസം പ്രഫുലിനായി പത്മജ ഇറങ്ങിയതും വേറിട്ട തെരഞ്ഞെടുപ്പ് കാഴ്ചയായി. വർഷങ്ങളോളം CPM ഉരുക്കുകോട്ടയായി സൂക്ഷിച്ചതാണ് വടകര മണ്ഡലം. 2004-ലാണ് CPM അവസാനമായി ജയിച്ചത്. അഡ്വക്കേറ്റ് P സതീദേവിയായിരുന്നു അന്നത്തെ സ്ഥാനാർത്ഥി. 1,30,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു അന്ന് സതീദേവി നേടിയത്. 2009 ആയതോടെ കഥ മാറി. TP ചന്ദ്രശേഖരൻ പാർട്ടി വിട്ട് RMP എന്ന പാർട്ടി ഉണ്ടാക്കി. വീണ്ടും സതീദേവി തന്നെ സ്ഥാനാർത്ഥിയായെങ്കിലും കോൺഗ്രസിൻ്റെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് സതീദേവിയെ തോൽപ്പിച്ചു. 2014-ലും മുല്ലപ്പള്ളി നയിച്ചു. പ്രതിയോഗിയായി വന്നത് ഇപ്പോഴത്തെ സ്പീക്കർ AN ഷംസീറും. ഒന്നും നടന്നില്ല. 2019 ആയപ്പോൾ മണ്ഡലം എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കാൻ P ജയരാജനെ ഇറക്കി നോക്കി. പക്ഷേ കെ മുരളീധരന് മുമ്പിൽ ജയരാജനും കാലിടറി. 2024-ലെ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും ഇടതുപക്ഷത്തിന് വടകരയിൽ ജീവൻ മരണ പോരാട്ടമാണ്. ജയിച്ചേ പറ്റൂ. വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇടതുമുന്നണിയുടെ അജണ്ടയിലില്ല, പ്രത്യേകിച്ച് CPM-ൻ്റെ. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളനുസരിച്ച് ശൈലജ ടീച്ചർക്ക് വലിയ ആത്മവിശ്വാസമാണുള്ളത്. തലശ്ശേരി, കൂത്തുപറമ്പ്, വടകര, കുറ്റ്യാടി, നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വടകര ലോക്സഭാ മണ്ഡലം. വടകര നിയമസഭാ മണ്ഡലം ഒഴിച്ച് ബാക്കിയെല്ലാം LDF-ൻ്റേതാണ്. എല്ലാം കൊണ്ടും കേരളം ഉറ്റുനോക്കുന്ന ഒരു VIP മണ്ഡലമാണിപ്പോൾ വടകര.